എല്ലാ പ്രേക്ഷകർക്കും കേരള ഇൻസൈറ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ലൈവ് വീഡിയോയുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് 3 കഥാപാത്രങ്ങളാണ് ഉള്ളത്. 1 പിണറായി വിജയൻ, 2 ജി സുധാകരൻ, 3 എച്ച് സലാം. ഇവർ 3 ഇന്നത്തെ താരങ്ങൾ. ഫേസ്ബുക്കിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിൽ പറയുന്ന ഇതാണ്: ജി സുധാകരൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതായത് പിണറായി വിജയൻ നനഞ്ഞ കോഴിയെപ്പോലെയാണ് പ്രതിപക്ഷത്തിരിക്കുന്നത്, ഭരണപക്ഷത്തിൻ്റെ ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിയാത്ത രീതിയിൽ. വി ഡി സതീശൻ വളരെ വിദഗ്ധമായ രീതിയിലാണ് നിയമസഭയിൽ ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറുപടി എന്നോണമാണ് ജി സുധാകരൻ പറഞ്ഞത്. ഇവിടെ ഇതിന് മറുപടി എച്ച് സലാം പറഞ്ഞത്: ജി സുധാകരന് യാതൊരുവിധമായ യോഗ്യതയുമില്ല, പിണറായി വിജയൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലുമുള്ള യോഗ്യതയില്ല എന്നാണ്. സലാമിനെ ജനങ്ങളെല്ലാം കൂടെ പഞ്ഞിക്കിട്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിലെ കമൻറ്റുകളെന്ന് പറയുന്നത് വളരെയധികം കമൻറ്റുകൾ ഈ പോസ്റ്റ് താഴെ വന്നിരിക്കുകയാണ്. ഈ കമൻറ്റുകളിലൊക്കെ പറയുന്നത് സലാമിന് ഇത് പറയാനുള്ള അർഹതയില്ല. ഈ കമൻറ്റുകൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഈ 2 പേരെയും, പിണറായി വിജയനെയും എച്ച് സലാമിനെ 2 പേരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്നതെല്ലാം. ഏരിയബക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് എന്നാണ് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നത്. എന്നാൽ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും സാധാരണപ്പെട്ട ജനങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു രസകരമായൊരു കാര്യം. അപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റ നേതാക്കന്മാർ ദയവേത് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുകയോ ചെയ്യരുത്. ഇവർക്ക് ഇനി അങ്ങോട്ട് ഇവരുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്ന് ഇവർക്ക് പോലും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇത്രയും വിദ്വേഷം ഇവരോടുണ്ടായി എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോഷ്യൽ മീഡിയയിൽ മറ്റു പലരും, രാജീവ്, അതേപോലെ തന്നെ സുരാജ് അടക്കമുള്ള വളരെ അധികം ആളുകൾ പോസ്റ്റുകൾ ഇടുകയുണ്ടായി. ഇതിനൊക്കെ അടിയിൽ പോയിട്ട് ജനങ്ങൾ വളരെയധികം ഇവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലും ഇവർക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ്. ഇവരുടെ തന്നെ ആത്മവീര്യം കെടുത്തുന്ന രീതിയിലാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും ഇവർ ഈ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുക. ഇവരിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇവരൊക്കെ വലിയ സാറുമാരാണ്, മിടുക്കന്മാരാണെന്നാണ്. നിങ്ങളുടെ എല്ലാ കുറവുകളും കുറ്റങ്ങളും ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഇനിയെങ്കിലും നിങ്ങൾ വിചാരിക്കുക, കുറേ അടങ്ങി പാർട്ടി പ്രവർത്തനം കൊണ്ട് മുന്നോട്ട് നീങ്ങി അല്ലെങ്കിൽ പൊതുപ്രവർത്തനവുമായിട്ട് മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങൾക്ക് പൊതുപ്രവർത്തനത്തിൽ തുടരാൻ കഴിയും. ഇല്ലാതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ അടിയറ വെച്ചിട്ട് നിങ്ങൾക്ക് പോകേണ്ടി വരും. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാക്കി തന്നു. കാരണം ഉഡായിപ്പ് പരിപാടിയുമായിട്ട് നടന്നാൽ ഇനി പൊതുപ്രവർത്തനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ വിജയം നേടാൻ കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരനാവണമെന്നുണ്ടെങ്കിൽ നിരവധി ഗുണങ്ങളും നിരവധി പ്രയത്നങ്ങളും വേണം. അത് ജനങ്ങൾ ഏകദേശം ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. എല്ലാവർക്കും നന്നാവാൻ അവസരങ്ങളുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.